ഉപകരണങ്ങളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണം തുടങ്ങിയെന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ആലപ്പുഴ, കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം തിരുവനന്തപുരത്തെത്തി പ്രാഥമിക തെളിവ് ശേഖരണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ തൃപ്തിയുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് വിശദീകരിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ജയകുമാർ ടി കെ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ രാജീവൻ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ, നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ഗോമതിയസ് തുടങ്ങിയവരാണ് വിദഗ്ധ സമിതിയിൽ. ഡോക്ടർ ഹാരിസ് ഹസൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് സമിതി വിശദമായി അന്വേഷിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും. ആശുപത്രി വികസന സമിതി മുഖേന ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കും. ഇക്കാര്യത്തിൽ സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും ഭാഗത്തുണ്ടായ ഇടപെടലും അന്വേഷണ വിധേയമാക്കും. അന്വേഷണ സംഘത്തിൽ തൃപ്തിയുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ. വളരെ തൃപ്തികരമാണ്. അത് ഇത്രയും വേഗത്തിൽ ഗവൺമെൻറ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനും ഒരു അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിലും വളരെ സന്തോഷമുണ്ട്. എല്ലാ വിഷയങ്ങളും വിദഗ്ധ സമിതി അന്വേഷിച്ച് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നേടിത്തരാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഡോക്ടറിന്റെ തുറന്നു പറച്ചിലിൽ സൂപ്രണ്ട് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ആരോഗ്യമന്ത്രിയുടെ രാജി എഴുതി വാങ്ങണമെന്ന കെ മുരളീധരൻ. മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുള്ളത്, വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങി വാർത്ത വായിക്കാൻ അവർ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കുക. വിവാദങ്ങൾക്കിടെ ബന്ധപ്പെട്ട വകുപ്പ് മേധാവിമാരുമായും DMEയുമായും ആരോഗ്യമന്ത്രി ചർച്ച നടത്തി. 24 തിരുവനന്തപുരം.